നമസ്കാരം. കേരള കോളിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അമരവിള, കളിക്കവിളയിൽ നിന്ന് വരുമ്പോൾ അമരവിള കഴിഞ്ഞിട്ടാണ് നെയ്യാറ്റിൻകര. അമരവിളയിൽ ഒരു വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ചർച്ച കണ്ടു. CSI അമരവിള. 215 വർഷത്തോളം പഴക്കമുള്ളൊരു ചർച്ചയാണ്. അതായത് ഞാൻ മനസ്സിലാക്കി, നമ്മൾ പാറശാലയിൽ നമ്മൾ CSIയുടെ ഒരു വലിയ ക്യാമ്പസിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, തെക്കൻ തിരുവിതാംകൂറിലെ ആദ്യകാല മിഷണറി പ്രവർത്തനം നടത്തുന്ന ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS ആണ്. LMSൻ്റെ കീഴിലാണ് ഈ CSI വരുന്നത്. അപ്പോൾ അന്ന് രൂപീകൃതമായ ചർച്ചുകളിൽ ഒന്നാണ് ഇത്. 200 വർഷത്തിന് മേൽ പഴക്കമുള്ള ഈ ചർച്ച് നമ്മൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് നമുക്ക് കാണാം. ഈ ടവർ പിന്നീട് പണി കഴിപ്പിച്ചതാണ്. ടവറിന് ശേഷമുള്ള ആ ഒരു പോർഷനാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ചർച്ച്. ആ ഓടും ആ സ്ട്രക്ചറും പഴയതുപോലെ തന്നെയാണ്. അതിൻ്റെ ബാക്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം. അത് ഏകദേശം അതിൻ്റെ ഒരു രൂപത്തിൽ തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഫ്രണ്ടിൽ പഴമ നഷ്ടപ്പെടാത്ത രീതിയിൽ എന്നാൽ പുതിയ രീതിയിലാണ് ഈ ടവർ പണിയെടുപ്പിച്ചിട്ടുള്ളത്. ഈ ടവർ നല്ല തലയെടുപ്പോടു കൂടി തന്നെ ഇവിടെ നിൽപ്പുണ്ട് ഈ ചർച്ചിന് ഒരലങ്കാരമായിട്ട്. ഇതാണ് ആ 200 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു, പക്ഷേ അത് പിന്നെ പ്ലാസ്റ്റർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതാണ് ആ ചർച്ച്. നമുക്ക് കാണാം പഴയ നിർമ്മിതി തന്നെയാണ്. തടി, ഓട്, കല്ല്, തടി ഇതൊക്കെ തന്നെയാണ്. ആ ബാക്കിലോട്ടുള്ള വിങ്സ് പോലുള്ള പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇത്രയും ചെറിയ പോർട്ട്. ഇവിടെ ഒരുപാട് പേര് ഉണ്ട്. നല്ല തിരക്കുള്ള ഒരു ചർച്ചാണ്. നമ്മുടെ തിരുവിതാംകൂർ അല്ലെങ്കിൽ മലയാളത്തിൽ മിഷണറി പ്രവർത്തനം വന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആദ്യകാലത്ത്. പിന്നീട് നമ്മൾ സ്വയം പറ്റി അപ്രധാന പല കാര്യങ്ങളും, പക്ഷേ അതിനൊക്കെ തുടക്കം കുറിച്ചത് മിഷണറി പ്രവർത്തനമാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ചർച്ചുകളും ഇതുപോലുള്ള ആരാധനാലയങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് സാംസ്കാരികമോ ആത്മീയമോ ആയ ഡെവലപ്മെൻറ്റ്സിനെ നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ CSI അമരവിള ചർച്ചിൽ കയറിയതും ഇത് കണ്ടത് മനസ്സിലാക്കിയതും. നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. ഫാദർ ഡേവിഡ് അകത്തുണ്ട്. തന്നെ നമ്മുടെ CSI അമരവിള ചർച്ചിലെ ഫാദർ ഡേവിഡിനോടൊപ്പമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വർഷത്തെ പാരമ്പര്യം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ ചർച്ചിൻ്റെ ചുറ്റുവട്ടവും ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിവിൽ പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ. ബാക്കി കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുണ്ടാകും. ഉൾപ്പരം വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട് നമ്മുടെ ഈ ചർച്ചിന്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ യാത്ര കളിക്കവിളയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഞാൻ പാറശാലയിലെത്തിയപ്പോൾ CSI മിഷൻ്റെ കീഴിലുള്ള വലിയൊരു ക്യാമ്പസ് ഞാൻ കണ്ടു. അപ്പോൾ അവിടെ CSI മിഷൻ്റെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ ആദ്യം പാറശാല കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടേക്ക് ഈ ചർച്ച് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചർച്ച് സ്ഥാപിതമാകുന്ന കാലം, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ധാരണകൾ ഉള്ളത് എന്ന് പറയാം? ഇതിപ്പോൾ ജോൺ കോക്സ് സാഹിബിൻ്റെയൊക്കെ കാലത്താണ് ഈ ഇവിടുത്തെ പ്രവർത്തനവും പിന്നെ ഈ പള്ളിയുടെ രൂപീകരണമൊക്കെ ഉണ്ടായത്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ രാജഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഒന്നുമില്ല, ബ്രിട്ടീഷിൻ്റെ ആധിപത്യത്തിലാണല്ലോ ഇവിടെ. തിരുവിതാംകൂർ രാജഭരണത്തിൽ തന്നെ ആയിരുന്നു. അവർക്ക് അവിടെ ബ്രിട്ടീഷുകാരൊന്നും ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല. അവരുടെ ഒരു കൈകടത്തലുകൾ പല കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉള്ളവരുടെയൊക്കെ ഈ നമ്മുടെ ഈ അമരവിള നിവാസികളുടെ പലരുടെയും തൊഴിലെന്നൊക്കെ പറയുന്നത് കൃഷി എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും. കൃഷിപ്പണി തന്നെ. ഫാദർ ഇവിടെ വന്നിട്ടിപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ CSIയുടെ ഈ നാട്ടിൽ, അമരവിള എന്ന് പറയുന്ന നാട്ടിൽ നമ്മുടെ ഈ ചർച്ചിൻ്റെ ഒരു സ്വാധീനം ഇത്രമാത്രം എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളിപ്പോൾ ഇടപെട്ട് പോകുന്നു? ഇപ്പോൾ ഇവിടെ ഒരു സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ഒക്കെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ള ഒരിതാണ്. ഈ പള്ളിയിലൂടെയാണ് വന്നിട്ട് നേരത്തെ. അതെ, തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ മിഷണറി പ്രവർത്തനം വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ഒക്കെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങിയതൊക്കെ അന്ന് മുതലാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പിന്തുടരുന്നു. ഈ കോമ്പസിൽ LP സ്കൂളുണ്ട്, ഒരു ഹൈസ്കൂളുണ്ട്, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ TTI ഉണ്ട്,
അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെ. നഴ്സിംഗ് സ്കൂളോ? നഴ്സിംഗ് സ്കൂളുണ്ടോ? ഇല്ല, നഴ്സിംഗ് അല്ല, ടീച്ചേഴ്സ് ട്രെയിനിങ്. ടീച്ചേഴ്സ് ട്രെയിനിങ്. അപ്പോൾ ഇത്രയും സ്കൂളാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടന്നുപോകുന്നത്. ഈ ഇതൊരു വലിയ ഏരിയ ആണോ? ഇവിടെ ഒരുപാട് പേര് നമ്മുടെ അംഗങ്ങളായിട്ടുണ്ട്. ഉണ്ട്. ഇവിടെ 1500 ഫാമിലി ഉണ്ട്. 1500 ഫാമിലി. അവരെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോൾ 3 സർവീസാണ് ഇവിടെ. അങ്ങനെ 4 അപ്പോൾ രാവിലെ 6-ന്, 7-ന്, 8:30. അങ്ങനെ 3 സർവീസിന് ആളുകളാണ്, നിറച്ചാളുണ്ട്. അതാണ് 1500 ഫാമിലി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുണ്ട്. ഈ ചർച്ച് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ പിന്നെ ഒരു പുനർനിർമ്മിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? പുനർനിർമ്മിച്ചിട്ട് ഒരു ഏതാണ്ട് ഒരു 100 വർഷത്തെ പഴക്കം വരും. ഈ ഗട്ര ഓട് ഇട്ട് ആ ഒരു സ്ട്രക്ചർ തന്നെ പഴയ സ്ട്രക്ചറാണ്. അതിൻ്റെ ബാക്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. നേരത്തെ കുറച്ച് ഇപ്പുറത്ത് വരായിരുന്നതിനെ കുറച്ചുകൂടെ അങ്ങോട്ട് ഒരു വിങ് മോഡലിൽ എക്സ്റ്റെൻഡ് ചെയ്തു. ഫ്രണ്ടിൽ അത് അതിന് ശേഷമാണ്, ആ വിങ് ബാക്ക് എക്സ്റ്റൻഷന് ശേഷമാണ് ഈ മറ്റേ ഈ ടവർ. അന്നത്തെ കാലത്തെ കല്ലും അതൊക്കെ തന്നെയാണ് നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കല്ല് കെട്ടാണ്, കരിങ്കൽ കെട്ട് ആണ്. അപ്പോൾ ഈ ഇത്തരം ആരാധനാലയങ്ങൾ, അതിപ്പോൾ ഹൈന്ദവ ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഈ ആരാധനാലയങ്ങൾക്ക് ജനങ്ങളുടെ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പോൾ സാംസ്കാരികമായും ആത്മീയമായും അവരെ വളർത്തുന്നത് ഇത്തരം ആരാധനാലയങ്ങൾ. ഇവിടുത്തെ ഒരു ഫാദർ എന്നുള്ള നിലയിൽ, ഇവിടുത്തെ ഇതിൻ്റെ ഈ ചർച്ചിൻ്റെ ഒരു അധിപൻ എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളെ എങ്ങനെയാണ് കാണുന്നത്? ഈ അമരവിള നിവാസികളായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സംസ്കാരവും സാമൂഹ്യപരമായ ഇടപെടലുകളും ഒക്കെ എത്രമാത്രം? വേറെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നല്ല ആളുകളാണ്. മറ്റ് മതപരമായ ശല്യങ്ങളില്ല, വേറെ ശല്യങ്ങളാണ്. എല്ലാം നല്ല ആളുകൾ, അവരെല്ലാം ഈശ്വര ചിന്തയിൽ കഴിയുന്നവരാണ്. കുഴപ്പമൊന്നുമില്ല. ഈ ഇത്രയും വർഷം പഴക്കമുള്ള മറ്റേതെങ്കിലും ചർച്ചകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ടോ? ഉണ്ട്. ഇവിടെ കൊടിയന്നൂർ കോണം അവണാകുഴി 200 വർഷത്തെ അവണാകുഴി അവിടെ ഉണ്ട്. അതും ഈ ജോൺ കോക്സും ഒക്കെ അവരുടെ കാലത്ത് നിർമ്മിതമായ പള്ളികളാണ്. അപ്പോൾ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഏരിയ തിരുപുറം, പിന്നെ കൊടിയന്നൂർ കോണം, കൊടിവന്നൂർ കോണം, അമരവള, പാറശാല, ഇങ്ങനെ ആ ഏരിയയാണ് അവരുടെ ഏരിയ. ആ പള്ളിക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. തിരുപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. അത് കോക്സ് മെമ്മോറിയൽ ചർച്ച് എന്നാണ് എൻ്റെ പേര്. പിന്നെ പാറശാലുള്ള ആപ്സ് മെമ്മോറിയൽ. ട്രിവാൻഡ്രത്തുള്ളത് മെറ്റീരിയൽ മെമ്മോറിയൽ. മെറ്റീർ സാഹിബ്. അതാണ് LMS. അത് ഇപ്പോൾ ലണ്ടൻ മിഷൻ, ലണ്ടൻ അന്ന് ഇംഗ്ലീഷുകാരുടെ മിഷൻ ഫീൽഡാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ മിഷന്റെ പ്രവർത്തനം നടക്കുന്നത് ഈ പാറശാല അമരവിള ഭാഗത്ത് തന്നെ. ഇവിടെ നിന്നാണ് എൻ്റെ ഒരു വളർച്ച. പിന്നീടായിരിക്കും വടക്കോട്ടൊക്കെ പോയിട്ട്. വടക്കോട്ട് LMSൻ്റെ ഇത് വടക്കോട്ട് അത്ര ഇല്ല. ഈ നമ്മുടെ സൗത്ത് തെക്കൻ തിരുവിതാംകൂറാണ്. അത് ഈ ട്രിവാൻഡ്രം ഇങ്ങോട്ടാണ്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ കന്യാകുമാരി അങ്ങോട്ടാണ്. അതാണ് കന്യാകുമാരി ഡയസിസ്. അവിടെ വലിയ ഇതാണ്. വായിക്കും.